ഒരു സംഗതി കാണിച്ചതേ. ഓക്കെ, കണ്ട ശ്രുതിയും ടീം ഉണ്ടല്ലോ, മോളത് ഭയങ്കര ഡാൻസ് പ്രാക്ടീസാണ്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ ഓണത്തിന് നമ്മൾ ചെറിയ ഡാൻസും പരിപാടിയും കലാപരിപാടികൾ പിന്നെ ഓണക്കളിയിലാക്കിയിട്ടുള്ള ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു ഡാൻസ് മത്സരം കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ ടീമും ഇവിടെ അശ്വതിയുടെ ടീമുമായിട്ടാണ് മത്സരം. അപ്പോൾ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ഇന്ന് മുതലാണ് തുടങ്ങിയ. ശ്രുതിയുടെ ടീമും ഏതാണ്ട് ഒരു മാസം മുമ്പേ തുടങ്ങി കേട്ടാ. അപ്പോൾ ഇവരെ ഡാൻസ് കാര്യത്തിൽ ഇടം വരെ എത്തിയെന്നുള്ളത് നോക്കാം. അശ്വതി എന്നിട്ട് പോടാ, എങ്ങനെയുണ്ട് ഡാൻസ് പരിപാടിയല്ലോ? ഇന്ന് തുടങ്ങിയത്ര വിജയിക്കോ തോറ്റ് തുന്നം പോടുവോ? അപ്പൊ അത് കോൺഫിഡൻസ് ആണോ? ഒരാഴ്ച കൊണ്ടല്ലേ? അവരൊരു മാസം മുമ്പേ പ്രാക്ടീസ് തുടങ്ങി. അതൊന്നും പറ്റി കാര്യമില്ല. അതാണ് ആടെ രാവിലെ മുതൽ ഉച്ചവരെ കസ്റ്റമർ അല്ലേ, ഉച്ചയ്ക്ക് ശേഷം ആളെല്ലാം വരും. ഇടപ്പിന്റെ രാവിലെ തിരക്കാറുണ്ട്. ചെയ്യാൻ പറ്റാത്ത പ്രശ്നമില്ല. എന്തായാലും അവര് മുകളിലാണ്ട് പ്രശ്നമില്ല. എന്തായാലും സകല വെല്ലുവിളികളെയും നേരിട്ടല്ലേ അതിജീവിച്ച് നമ്മൾ ജയിക്കും. അപ്പൊ ഷെബീർ എന്തെല്ലാം പരിപാടി? ഓണത്തിന് കസാരക്കളി ലിസ്റ്റ് ആക്കിയല്ലോ, ഗ്രൂപ്പിലിട്ടില്ലായിരുന്നു? എല്ലാം പ്ലാൻ ചെയ്തൊരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സലൂറിലെ ടീമും ജ്വല്ലറി ടീമും എല്ലാം കൂടിയിട്ടുള്ള സംയുക്തമായ മത്സരമായിരിക്കാം. എല്ലാ മത്സരത്തിനും സമ്മാനം ഉണ്ട് കേട്ടോ അശ്വതി. ജയിക്കുന്നവർക്ക് സമ്മാനമാണ്. അപ്പൊ ജഡ്ജസ് ഞാൻ തന്നെ ആയിരിക്കും. അതാകുമ്പോ നമുക്ക് അതല്ല മാർക്ക് കൂടുക, അങ്ങനെയൊന്നുമില്ല. ഞാനെന്നും നിഷ്പക്ഷനായിരിക്കും. അപ്പോ നമ്മളെ ലിസ്റ്റ് എങ്ങനെ ഒന്ന് വായിച്ചേട്ടാ? കസാരക്കളി, ലെമൺ സ്പൂണ്, സുന്ദരിക്കൂട്ടോടല്, ബലൂൺ ഒട്ടിക്കല്, സൂചിയേറുണ്ട്, സാരി ഉടുക്കൽ പുരുഷന്മാർക്ക് അല്ലേ? ഓക്കെ, ഓണത്തല്ല അത് സംഭവം. മറ്റേ ആ തലാനെടുത്ത് അടിക്കല്ലേ? പിന്നെ വേറെ ബലൂൺ ഫിറ്റിംഗ് ഉണ്ടല്ലോ. ആ ബലൂൺ ഊതിപ്പൊതിക്കലുണ്ട്. പിന്നെ സ്പെഷ്യൽ കമ്പോലി കേട്ടോ. കമ്പോലി ഉണ്ട്. ആണുങ്ങളെ വേറെ പെണ്ണുങ്ങളത് വേറെ അങ്ങനെയുണ്ട്. അപ്പൊ അല്ല ഇന്നലെ ശ്രുതി പറഞ്ഞത് കമ്പോലി വാങ്ങുന്നത്. അത് ശ്രുതി പറഞ്ഞ് ലേഡീസും ബോയ്സ് വേറെ തന്നെ. അപ്പൊ ഓള് പറയാ നിങ്ങളടുത്ത ലേഡീസ് എല്ലാം എല്ലാ ആൾക്കാരാണ് തടിയന്മാരാണ്, നമ്മളെന്തായാലും പൊട്ടത് ഇടല്ലോ സ്ലിം സുന്ദരികളാണ് സലൂണിലെന്ന് പറഞ്ഞ അല്ലേ ശ്രുതി? അങ്ങനെയൊന്നുമില്ല. വെയിറ്റ് നോക്കിയിട്ട് കാര്യമില്ലാതല്ലേ? അശ്വതി ഒരു പിടുത്തം പിടിച്ചാൽ തന്നെ അവിടെ തീർന്നു. പിന്നെ അവര് എന്ത് വലിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ല ഇതൊക്കെ നമ്മളെ ഡാൻസ് പ്രാക്ടീസിന്റെ വീഡിയോ കാണിച്ചത് ഷബീറ. നമ്മളാ പ്രാക്ടീസ് ഇന്ന് രാവിലെ ചെയ്താണ്. സാറിനിപ്പോ ഒന്ന് പ്ലേ ചെയ്യാറോ നോക്കാലോ? അവരെ ഡാൻസ് അവര് കാണിക്കുന്നില്ല. ഞാൻ പോകുമ്പോഴത്തേക്കില്ല അവർ നിർത്തി കളയുന്നു. സ്റ്റെപ്പ് മറ്റൊരു കാണിക്കാൻ വേണ്ടി വന്നേ. നമുക്ക് ചെറിയൊരു ക്ലൂ കൊടുക്കാമായിരിക്കും നമ്മളെ സ്റ്റെപ്പിന്റെ. ഇതിലൊരു ലൈൻസ് ഒക്കെ ഉണ്ട്. ഇത്രയും കാണിക്കുള്ളൂ. അത് സ്റ്റെപ്പും പാട്ടും ലീക്കാവുന്നുണ്ട്. ഇവർ കാണിക്കുന്നില്ല കേട്ടോ. എന്തായാലും ഗംഭീരമായ മത്സരമായിരിക്കും. നമ്മുടെ മത്സരത്തിലേക്ക് വീഡിയോ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അല്ലേ അശ്വതി? അപ്പോൾ ഓണാകുമ്പോൾ എല്ലാവരും വളരെ ത്രില്ലിലാണ്, ഭയങ്കര പ്രതീക്ഷയിലാണല്ലോ അശ്വതി? പ്രാക്ടീസ് ഇപ്പോഴും തുടങ്ങി കേട്ടോ ശാലു വിട്ടത്. രമേശ് ചേട്ടാ അതിന് മോട്ടർ നോടക്കണ്ട, ഞാൻ വെള്ളം വലിച്ചോളുന്നത്. അപ്പോൾ അധികം പോകുന്നില്ല. എനിക്ക് നമുക്ക് കസ്റ്റമർ വന്നിട്ട് നമുക്കിപ്പോൾ കുറച്ച് കസ്റ്റമർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് സലൂണിലൊന്ന് പോയി അവിടെ നിന്ന് നടക്കുന്നൊന്നും അറിയണമല്ലോ. ഏതായാലും അപ്പുറം ഒന്ന് പോയി നോക്കട്ടെ. എടാ സീന നീ വരുന്ന അപ്പുറത്തേക്ക് അവിടെ സ്റ്റെപ്പെല്ലാം നോക്കിട്ട് കളിക്കൂല. എന്നാ ഞാൻ പോയി നോക്കട്ടെ. രഹസ്യമായി നോക്കേ എന്നെ കണ്ട സ്റ്റെപ്പ് ഉണ്ട്. ശ്രുതിയെല്ലാം ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ടല്ലോ. പ്രാക്ടീസ് ജോറായിട്ട് നടക്കുന്നുണ്ട്. ഉള്ളിൽ കയറി കൊണ്ടുള്ള അവസ്ഥ. സ്റ്റാർട്ട് കളിച്ചോ എന്നാ സ്റ്റെപ്പിലേക്കാവുന്ന. ഹായ് മമ്മി, പ്രാക്ടീസ് എങ്ങനെ ഇടം വരെ എത്തി? നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇല്ല സിംഗിള്. ഇത് ഇവരെ മറ്റേ പാട്ടുണ്ടല്ലേ? ബാക്കി പ്രാക്ടീസ് കഴിഞ്ഞാ? ശരി, ഇപ്പം ഇവരെ നടക്കുന്നു. ഇപ്പോൾ ഇവരെ പ്രാക്ടീസ് നടന്ന് എന്നിട്ടിപ്പോൾ ക്ഷീണമായിട്ട് എല്ലാവരും ഉള്ളിൽ പോയിട്ടുള്ളൂ അല്ലേ? മമ്മി റെസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വിജയിക്കോ അവരെ വിജയിക്കോ? നമ്മൾ വിജയിക്കും. അശ്വതി വിജയലാടെ നേരത്തെ ഉറപ്പിച്ച് നമ്മളെന്ത് ജയിക്കും ഉറപ്പിച്ച്.
ശ്രുതി ഭയങ്കര വാശിയിലാണ്. അപ്പോൾ നമ്മുടെ ഓണാഘോഷ പരിപാടി എന്തായാലും നമ്മൾ ഗംഭീരാക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊക്കെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം.